Hello friends, we will talk about our phone battery. We will talk about phone battery lasting. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ സ്റ്റെപ്സുകളുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. നിങ്ങളുടെ ഫോൺ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോൺ എത്ര സൂപ്പർ സാധനമാണെങ്കിലും ഒരു യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഫോൺ ബാറ്ററി ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ബാറ്ററി അടിച്ചു പോകാനും അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കൊല്ലം 6 കൊല്ലമൊക്കെ ഈസിയായിട്ട് എന്താ പറയുക സുഖമായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് കൊണ്ടുപോകാനും സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ വഴി നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. URL നിങ്ങൾ കണ്ടായിരിക്കും ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തായാലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഔട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പോയിന്റ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി 100% നിങ്ങൾ നോർമലി സാധാരണ ആൾക്കാർ ഒരു എനിക്ക് തോന്നുന്ന ഒരു 90-95% ആൾക്കാരും ഫുൾ 100% ചാർജ് ചെയ്യാറുണ്ടായിരിക്കും. എന്താ വെച്ചാൽ ശരിക്കും ആക്ച്വലി അത് നല്ലൊരു പ്രാക്ടീസ് അല്ല. എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാത്തിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5000 സൈക്കിൾ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാം. അതായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ഒരു സ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഈ 5000 പ്രാവശ്യം നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതായിരിക്കും ആ ബാറ്ററീൻ്റെ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾ ഓരോ ഫോണും 100% ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സൈക്കിൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഒരു 95-96% ആകുമ്പോൾ ചാർജ് ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പോയിൻ്റാണ് നമ്മുടെ 20% ആകുമ്പോൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 20% തന്നെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും നോർമൽ എല്ലാ ഫോണിലും 20% താഴെ പോയി കഴിഞ്ഞാൽ പവർ സേവിങ് മോഡ് ഓണാവും. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ നോർമൽ നമ്മുടെ 20% ആകുമ്പോൾ ചാർജ് ചെയ്യാനും 90-95% ആകുമ്പോൾ ചാർജ് പോരാനും മറക്കണ്ട. അപ്പോൾ അത് നിങ്ങളുടെ ബാറ്ററീനെ ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പവർ ബാങ്കിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പവർ ബാങ്ക്. അപ്പോൾ നിങ്ങൾ മാക്സിമം പവർ ബാങ്കിൻ്റെ യൂസ് കുറയ്ക്കുക. എമർജൻസി ടൈമിൽ മാത്രം ഉപയോഗിക്കുക. എന്താ വെച്ചാൽ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ അഡാപ്റ്റർ കുത്തുന്ന പോലെയല്ല നമ്മുടെ പവർ ബാങ്ക് കുത്തുമ്പോൾ അതിൻ്റെ സംഭവം ഫുൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഫോൺ പവർ ബാങ്ക് കൊണ്ട് ചാർജ് ചെയ്യാൻ ഡിസൈൻ ചെയ്തേക്കുന്നതല്ല. ആക്ച്വലി നമ്മുടെ ഇൻബിൽഡ് ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പവർ ബാങ്കിൻ്റെ യൂസ് കുറയ്ക്കട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റാണ് ഓവർ ടൈം. അതിപ്പോൾ നിങ്ങൾ രാത്രി കുറേ പേർക്കുണ്ട് രാത്രി കുത്തിച്ചിട്ട് കാലത്ത് എടുക്കുള്ളൂ. ആക്ച്വലി എന്ന് വെച്ചാൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യുക. ശരിക്കും ഓവർനൈറ്റ് ചാർജ് ചെയ്ത് ഇപ്പോഴത്തെ ബാറ്ററിക്ക് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബാറ്ററി 2 ടൈപ്പാണ്. നോർമലി ലിത്തിയം അയോണോ ലിത്തിയം പോളിമർ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വെച്ച് ഓട്ടോ കട്ട് ഓഫ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ എന്താ അറിയുന്നതായിരിക്കും 100% ചാർജ് ആയിട്ടാണ് ഇത് കട്ട് ഓഫ് ആവുക. അപ്പോൾ നിങ്ങൾ ഓരോ സൈക്കിൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ബാറ്ററീൻ്റെ ബാക്കപ്പിനെ ബാധിക്കും ഈസി ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക. എന്താ വെച്ചാൽ ഓരോ ചാർജറിനും ഓരോ ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡുകൾ അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോൻ്റെ ഫാസ്റ്റ് ചാർജിങ് മെത്തേഡ് ആയിരിക്കില്ല നമ്മുടെ എന്താ പറയുക സാംസങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സംഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാനായിരിക്കും ഒപ്പോൻ്റെ ഫാസ്റ്റ് ചാർജർ വെച്ചത് വേറെ ബ്രാൻഡ്, അതായത് അവരുടെ കമ്പനിയുടെ അല്ലാണ്ട് വേറെ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് വരില്ല. അത് ആക്ച്വലി നിങ്ങളുടെ ഫോണിൻ്റെ മദർ ബോർഡിനും കേടാനുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇൻബിൽഡ് നമുക്ക് തന്ന ചാർജർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ബാറ്ററിക്ക് ഏറ്റവും നല്ല സ്ലോ ചാർജിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബാറ്ററീൻ്റെ സൈക്കിൾ പെട്ടെന്ന് ഫുള്ളായിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ബാറ്ററിക്ക് സ്ലോ ചാർജിങ് ആണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത്രയും ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ നോർമലായിട്ടുള്ള ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്തിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ ബാറ്ററിക്ക് പ്രത്യേകിച്ച് ബാറ്ററിയുടെ ബാക്കപ്പ് കൂടാനൊക്കെ അതായിരിക്കും നല്ലത്. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും നമ്മുടെ ഐഫോണിൻ്റെ ചാർജർ ഐഫോണിൻ്റെ ബാറ്ററി ഡൗൺ ആവുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ആക്ച്വലി കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനത്തെ കുറേ പ്രാക്ടീസ് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നത്. ചിലവരൊക്കെ 10-20 പോയിൻ്റൊക്കെ ഒരു കൊല്ലത്തിലുള്ള ഡൗൺ ആവുന്നുണ്ട്. അതിങ്ങനെ ബാറ്ററിനെ മിസ്യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഡൗൺ ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു 80% ചാർജ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാറ്ററി കപ്പാസിറ്റിയിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐഫോൺ ആരും എടുക്കില്ല. അത് ആൻഡ്രോയിഡിന് ശരിക്കും എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ആൻഡ്രോയിഡിൽ ഇങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റീകാലിബ്രേഷൻ ആണ് വേറൊരു സംഭവം. കുറേ പേർക്കുള്ള ഒരു സംഭവമാണ് നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്തിട്ട് ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് കൂടും. ശരിക്കും ആക്ച്വലി ഇത് വൈഡ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്ക് ഭയങ്കര ഡാമേജാണ് ഉണ്ടാക്കുക കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും റീകാലിബ്രേഷൻ കുറേ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആക്ച്വലി എന്താ ചെയ്യുക, നമ്മുടെ ബാറ്ററിനെ ഫുൾ ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ 100% ചാർജ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി പെട്ടെന്ന് നമ്മുടെ സൈക്കിൾ പൂർത്തിയാവുക ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളത് റെഗുലറായിട്ട് ചെയ്യുന്നത് ഭയങ്കര പൊട്ടയാണ്. അപ്പോൾ കൊല്ലത്തിൽ ഒരു ടൈമോ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരു ടൈമോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ ഒരു കാലിബ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവാണ്ട് നോക്കുക. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ കാറിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഡാഷ്ബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരെ വെയിലടിച്ചിട്ട് ഫോൺ
ചൂടാവുന്ന ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഹെവി ഗെയിംസ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവും. ആ സമയത്തൊക്കെ നമ്മുടെ ബാറ്ററി ഭയങ്കര യൂസാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ശരിക്കും നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ നെഗറ്റീവ്ലി ബാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ടേൺ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ GPS, ലൊക്കേഷൻ, എന്താ പറയുക, നമ്മുടെ നെറ്റ്, ഇതൊക്കെ ആവശ്യമില്ലാത്ത ടൈമിലൊക്കെ ഇത് സംഭവം ഓഫ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ GPS ഒക്കെ ആണെങ്കിൽ ഏത് ടൈമും നമ്മുടെ ഫോണും നമ്മുടെ ഒരു സാറ്റലൈറ്റായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ടൈം നമ്മുടെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്ത് വെക്കുകയായിരിക്കും നിങ്ങളുടെ ബാറ്ററിക്ക് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു ഇതിനെ ആക്ച്വലി ബാറ്ററിൻ്റെ ബാക്കപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഫീച്ചർ ഇറക്കിയിരിക്കുന്നതാണ് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന സംഭവം. നിങ്ങളെല്ലാവർക്കും കുറേ പേര് ഇതിൻ്റെ ഫാനാണ് എനിക്കറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫോണിൽ ഡാർക്ക് മോഡ് ഓണാക്കി വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിൻ്റെ ബാക്കപ്പ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ബാറ്ററിൻ്റെ മാക്സിമം എഫിഷ്യൻസി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റിംഗ് കുറച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അതിൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഞാൻ അടുത്ത് കാണാം.